വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷുഗറും ശർക്കരയും തേനും ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറലായ മധുരം കൊണ്ട് ഹെൽത്തിയായും ടേസ്റ്റിയും എളുപ്പത്തിലും ഒരു മധുര പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. സാധാരണ ഇത് ഡേറ്റ്സ്, നട്ട്സ് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ മറ്റൊരു ഹെൽത്തി ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് ഈ സ്വീറ്റിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായും ഗുണമുള്ളതുമാക്കുന്നു. എപ്പോഴും പുറത്തുനിന്ന് മധുരം വാങ്ങുന്നതിന് പകരം ഇടയ്ക്കിടെ ഈ തരത്തിലുള്ള സ്വീറ്റ് ഉണ്ടാക്കിയാൽ ഇത് നമ്മുടെ ഹെൽത്തിന് ഗുണം ചെയ്യും, രുചികരമായി കഴിക്കുകയും ചെയ്യാം. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സ്വീറ്റ് ഡയബറ്റിക്സ് രോഗികൾക്ക് പോലും മിതമായ അളവിൽ കഴിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റോസ്റ്റഡ് മിക്സഡ് നട്ട്സും ടേസ്റ്റിനായി ഏലക്കായും കൂടെ തന്നെ 1/2 കപ്പ് റോസ്റ്റഡ് പീനട്ട്സും കൂടെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മധുരത്തിനായിട്ട് സോഫ്റ്റായ 10-20 ഈന്തപ്പഴം കൂടെ എടുത്ത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ ഞാൻ പറഞ്ഞ പുതിയ ഇൻഗ്രീഡിയൻറ്റ് 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് കൂടെ ചേർക്കുക. ക്യാരറ്റ് നല്ലതായി വഴറ്റണം. ക്യാരറ്റ് ഈ സ്നാക്കിന് നല്ല രുചിയും നിറവും നൽകും. ക്യാരറ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടെ ചേർത്തിളക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കണം. എന്നിട്ട് ഈ മിക്സിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എള്ള് ചേർക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കൂടെ തന്നെ പൊടിച്ചു വച്ചിരിക്കുന്ന നട്ട്സിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഏത് പാത്രമായാലും ഓയിൽ പുരട്ടുക. അതിലേക്ക് സ്വീറ്റിൻ്റെ മിക്സ് മാറ്റിയ ശേഷം സ്പാറ്റില കൊണ്ട് പ്രസ് ചെയ്യുക. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് മുറിച്ചുപയോഗിക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ചെറിയ ചൂടോടുകൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എടുക്കാം. ബോൾസ് ആക്കിയോ പരത്തിയോ നീളമുള്ള ഷേപ്പിലൊക്കെ ഇതെടുക്കാം. ഇവിടെ ഞാൻ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ മറ്റൊരു അടപ്പ് കൊണ്ടോ ഉപയോഗിച്ച് ഇത് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അങ്ങനെ മുറിച്ച് നമുക്കിത് ഉടനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ തുടർന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് തുടർന്ന് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ രുചികരവും ഗുണപരമായ ഈ സ്വീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.